ഇവിടുത്തെ രഞ്ജിത്ത് പണിക്കർ കൊച്ചിയിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ നല്ല ക്യൂ ഉണ്ട്. അതിരാവിലെ എത്തിയവർക്ക് അധികം ക്യൂ നിൽക്കാതെ അങ്ങ് രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ, വോട്ട് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ ഇവിടെ ഇപ്പോൾ ക്യൂവിൽ കുറച്ച് അധികം പേർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്യൂവിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്നത് ഒരു വലിയ കഠിനാധ്വാനമായിട്ടൊന്നും കരുതണ്ട. ഞാൻ നേരത്തെ ജിറ്റു ആനന്ദ് പറഞ്ഞായിരുന്നു എല്ലാവരും പ്രധാനപ്പെട്ട വോട്ടർമാരാണ്. ഞാൻ നേരത്തെ മന്ത്രി പറഞ്ഞപ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട വോട്ടർ എന്ന് പറഞ്ഞായിരുന്നു. ഞാനും അത് ആലോചിച്ചു. ശരിയാണ്, ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് എല്ലാവരും പ്രധാനപ്പെട്ടവരാണ്. അപ്പോൾ എല്ലാവരും പ്രധാനപ്പെട്ടവരാണ്. ഇപ്പോൾ ആദ്യം 1 മണിക്കൂർ പോളിംഗ് ശതമാനം വരുമ്പോൾ ഇടുക്കിയിൽ 4.84%, എറണാകുളത്ത് 5.44% പോളിംഗ് ശതമാനം. തിരുവനന്തപുരത്ത് അടക്കം തിരുവനന്തപുരം 4.78% പോളിംഗ് ശതമാനമാണ്. അങ്ങനെ 7 ജില്ലകൾ, കൊല്ലത്ത് 5.17% പോളിംഗ് ശതമാനമാണ്. അങ്ങനെ 7 ജില്ലകളിലെ പോളിംഗ് ശതമാനം വരുമ്പോൾ പത്തനംതിട്ടയിൽ അത് 5.17%. സാമാന്യം തരക്കേടില്ലാത്ത ആദ്യ മണിക്കൂറിൽ സാമാന്യം തരക്കേടില്ലാത്ത ആലപ്പുഴയിൽ 5.29% ഉയരുന്നുണ്ട്. സാമാന്യം തരക്കേടില്ലാത്ത പോളിംഗ് ശതമാനം ആദ്യ മണിക്കൂറിൽ വരുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നല്ല തിരക്ക് കാണാം. ചില ബൂത്തുകൾ മാത്രമാണ് അങ്ങനെ അധികം വോട്ടർമാരില്ലാത്തത്. ആ ബൂത്തുകൾ എല്ലാ തവണ അങ്ങനെ തന്നെയാണ്. കാര്യം കുറച്ച് അപ്പോൾ പോളിംഗ് ശതമാനം ആലപ്പുഴയിൽ 5.29%, കോട്ടയത്താണെങ്കിലോ 5.46%, 4.82% ഇടുക്കിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പോളിംഗ് ശതമാനം. അപ്പോൾ അതെല്ലാം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. ഹാഷ്മി, ഇപ്പോൾ ഈ ഒരു കണക്കനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ 8.4 ഇപ്പോൾ. ഈ ഒരു ശതമാന കണക്കുകൾ നോക്കുമ്പോൾ അത്യാവശ്യം സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടെന്ന് പറയാൻ കഴിയും. സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടെന്ന് തന്നെ ഉറപ്പായും പറയാൻ കഴിയും. ദീപ്തി മേരി വർഗീസ് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുകയാണ്. കൊച്ചിയിലെ ഒരുപക്ഷെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറയാവുന്ന UDFന്റെ സ്ഥാനാർത്ഥിയാണ് ദീപ്തി മേരി വർഗീസ്. വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ദീപ്തിയുടെ പോളിംഗ് ബൂത്ത് ഏതാണ് എന്ന കാര്യം നമുക്ക് ചോദിക്കാം. എന്തായാലും കൊച്ചിയിലും വലിയ പോരാട്ടം നടന്ന ഒരു ജില്ല കൂടിയാണ്. ഇവിടെ ചില റിബൽ പ്രശ്നങ്ങൾ, ചില വിമത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും നല്ല പോരാട്ടം നടന്ന സ്ഥലമാണ്. തിരുവനന്തപുരത്ത് 4.78% പോളിംഗ്, കൊല്ലത്ത് 5.17% പോളിംഗ്. ഇത് ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് ശതമാനമാണ് പറയുന്നത്. പത്തനംതിട്ടയിൽ അത് 5.17% പോളിംഗ് ആണ്. ആലപ്പുഴയിൽ 5.29%, കോട്ടയത്ത് 5.46%. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും 5-ന് മുകളിലേക്ക്. ഇടുക്കിയിൽ 4.82%. ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും 5-ന് മുകളിലേക്ക് പോകുന്നുണ്ട്. എറണാകുളത്ത് 5.44%. എറണാകുളത്തൊക്കെ അത്യാവശ്യം നല്ല പോളിംഗ് ശതമാനമാണെന്ന് പറയാം. രാവിലെ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും 5% എന്നൊക്കെ പറയുന്നത് എന്തായാലും 2020 മുകളിലേക്ക് ആ പോളിംഗ് ശതമാനം പോകുമെന്നതിന്റെ സൂചന തന്നെയാണ് ആദ്യ മണിക്കൂറിൽ വരുന്നത്. 2020 പക്ഷേ 2015 അപേക്ഷിച്ച് കുറച്ച് കുറവായിരുന്നു യഥാർത്ഥത്തിൽ. കോവിഡിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. നല്ല കുറവ്, പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിരുന്നു. അതിൽ നിന്ന് എന്തായാലും മുകളിലേക്ക് പോകും എന്ന ഉറപ്പ് തരുന്ന പോളിംഗ് ശതമാനമാണ് ആദ്യ മണിക്കൂറിലെ പോളിംഗ് ശതമാനം. ഓക്കെ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം കേരളം വിധി എഴുതുകയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വഴി 7 ജില്ലകളാണ് പോളിംഗ് ബൂത്ത് ഇപ്പോൾ ഉള്ളത്. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമാണ്. ജനവിധി തേടുന്നത് 36,630 സ്ഥാനാർത്ഥികളാണ്. അതേസമയം തന്നെ ഇന്നിപ്പോൾ 7 ജില്ലകൾ, തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡുള്ള 7 ജില്ലകൾ പരസ്യപ്രചാരണം ഇന്ന് പൂർത്തിയാക്കി കൊട്ടിക്കലാശിച്ച് നാളെ അത് പോളിംഗ് ബൂത്തിലേക്ക് പോവാണ്. നമ്മുടെ 24 പട്ടാളം രാവിലെ മുതൽ കാണുന്നുണ്ട് പ്രേക്ഷകർ. എല്ലാ സ്ഥലങ്ങളും വളരെ സജ്ജമായി ഓരോരോ ബൂത്തുകളിലെ വിവരങ്ങൾ, ഉൾഗ്രാമങ്ങളിലെ അടക്കം ഓരോരോ ബൂത്തുകളിലെ വിവരങ്ങൾ അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അവർ സജ്ജമായി നിൽക്കുന്നത് പ്രേക്ഷകർ കാണുന്നുമുണ്ട്. രാവിലെ മുതൽ ചില സ്ഥലങ്ങളിൽ കടവന്ത്രയിൽ ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ വച്ചിരുന്നത്. രഞ്ജിത്ത് പണിക്കർ വോട്ട് രേഖപ്പെടുത്തിയോ? രഞ്ജിത്ത് പണിക്കർ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തി നിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ കടവന്ത്രയിലുള്ള YMCAയിലായിരുന്നു അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നത്. തവണ തൊട്ട് സ്ഥലം മാറിയിട്ടുണ്ട്. 49-ാം നമ്പർ ഡിവിഷനിലേക്കാണ് അദ്ദേഹത്തിന് വോട്ട് മാറിയിരിക്കുന്നത്. രാവിലെ തന്നെ എത്തി സ്ഥിരമായി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് ജനാധിപത്യത്തിന്റെ മൂല്യം ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ പ്രകടിപ്പിക്കേണ്ട സമയം കൂടിയാണ് ഇത് എന്ന് പലപ്പോഴും തുറന്നു പറയാറുള്ള ഒരാൾ കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.